ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകണം. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ ഫോളോ ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ സ്വന്തം ആൻറ്റിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ തൃശ്ശൂരാണ്. അപ്പോൾ പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഇന്ന് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ യാത്രാ വിശേഷങ്ങളിലാട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ ഫാമിലി ഉണ്ട്. ഇന്നെന്ത് പറ്റി ആകെ മൗനമുള്ളത്? എന്തെങ്കിലും മറന്നോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. അതിന് കരയുന്ന എന്തിനാ? അതാ കണ്ണീര് വെള്ളമൊക്കെ ആനന്ദ കണ്ണീരെന്നൊക്കെ പറയുന്നുണ്ട് മക്കളെ. ഇതാണ് ഇതിന് ആനന്ദ കണ്ണീരെന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര ഉഷാറായിട്ട് ഇറങ്ങിയതാ. പെട്ടെന്ന് മൂഡ് ഓഫ് ആയി. നമ്മുടെ ആരോടൊക്കെ ഭയങ്കര ത്രില്ലിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒന്ന് വൈഫിൻ്റെ അച്ഛനും അമ്മയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരും കൂടെയുള്ള യാത്ര. അപ്പോൾ യാത്രാ വിശേഷങ്ങളായിട്ട് അവിടെ ചെന്നിട്ട് അവർ പിക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം കേട്ടോ. നമ്മൾ ഗൈസ് ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട്. നമ്മൾ മായന്നൂർ പാലത്തിന്റെ അങ്ങോട്ട് കയറാൻ പോവുക കേട്ടോ. അല്ല, ഇത് മായന്നൂർ പാലം എത്തി. ഇവിടെ അടുത്താ മായന്നൂർ പാലമാണ്. തുള്ളി വെള്ളമല്ല. അന്ന് മഴ പെയ്ത് നോക്കുമ്പോ നിറയെ വെള്ളമായിരുന്നു ഇതില്. വെള്ളം നല്ല കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മള് വരുമ്പോ നല്ല വെള്ളമുണ്ട്. പുഴയിൽ തീരെ വെള്ളമില്ല. ആരോ ഭയങ്കര ഹാപ്പി. മായന്നൂർ പാലത്തിലുണ്ടോ? പാലപ്പുഴ തീരെ വെള്ളമൊന്നുമില്ല കേട്ടോ. മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. തീരെ വെള്ളമില്ല. വേനൽക്കാലം പോലെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോ നല്ല വെള്ളം. ആരും ഭയങ്കര ഹാപ്പി. ആരോടൊന്ന് ബാക്കിൽ ആളുണ്ടാകൊണ്ട് വായിക്കലൊഴിവില്ല. നല്ല ഭംഗിയായിരുന്നു മറ്റേ മഴ പെയ്ത ടൈമില്. ഫുള്ള് വെള്ളം. നമ്മള് ഇടനാട് അകത്താറായി. ഫോറസ്റ്റിലേക്ക് കയറാൻ കേട്ടോ. ഫോറസ്റ്റ് ആയിട്ടുള്ള വൈബായി. എന്തായാലും ഫോറസ്റ്റിലെ വൈബൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് യാത്രയാണ്. അവിടെ എത്തിയ ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കാണാം. പ്രത്യേക വൈബ കഴിച്ചിട്ടുണ്ട് നമുക്ക്. നിലമ്പൂര് പോലെ ഉണ്ട് അല്ലേ? മൃഗങ്ങൾ ഉണ്ടാവുക വെച്ചാൽ ചിലപ്പോൾ പന്നിയൊക്കെ ഉണ്ടാവും. എലഫന്റ് പാസിംഗ് എന്നൊക്കെ എവിടെയൊക്കെ ബോർഡ് കാണാനുണ്ടല്ലോ അതിന്റെ. ചിലപ്പോൾ ഉണ്ടാവും. ഭാഗ്യമുള്ളവർക്കുണ്ട്. കാണാനല്ലോ. ആണോ? അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ കലിങ്ങപ്പാടം കഴിഞ്ഞു. നമ്മൾ നേരെ തൃശ്ശൂർ ഹൈവേയിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഞാൻ അടിച്ച് കഴിഞ്ഞ് നേരെ കുതിരാനടുത്ത്. എറണാകുളം സേലം ഹൈവേ അല്ലേ? എറണാകുളം സേലം ഹൈവേ. അതാണ് മമ്മിയത്. ഇതാണ് ഹൈവേ കേട്ടോ. നമ്മളിവിടെ കുതിരാനെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയൊക്കെ ആദ്യമായിട്ടാണ് ഇതിലെ വരണത് കേട്ടോ. നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തൊരു വീഡിയോ ഒക്കെ എടുത്ത് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അടിയുടെ വീട് എത്താറായിട്ടുണ്ട്. കല്യാണ തലേ ദിവസമാണിന്ന്. അപ്പോൾ ഈ കുതിരാൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുക കേട്ടോ. അല്ലേ?
നല്ലൊരു വൈബ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ട് പട്ടിക്കാടാണ്. പി ജി ഡാമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പി ജി ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. പറ്റുകയാണെങ്കിൽ പി ജി ഡാം ഒന്ന് സന്ദർശിക്കുന്നതൊക്കെ ഉണ്ട്. നോക്കട്ടെ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ട് ഈ കാണുന്ന കേട്ടോ എൻ്റെ ആൻറ്റീൻ്റെ വീട്. ഇപ്പോൾ രാത്രിക്കുള്ള പരിപാടികൾ ചെറിയ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അത്രക്കായ അന്ന് കാണട്ടെ. ആ കേട്ടാ ഇതാ മൈലാഞ്ചി കുട്ടികളാണല്ലോ. ഓക്കെ ഇതിലേക്ക് ചെന്ന കല്യാണപ്പെണ്ണാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ആരോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടുകാരൻ്റെ അച്ഛൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. അടുക്കളയിൽ തകൃതിയായ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഫുഡിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോ എന്താ കാട്ടണേ? ആരൊക്കെ നല്ല ഇതായില്ലേ? ഒരാൾ ഫോൺ എടുക്കുക. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് അവിടെ നല്ല റഷാണ്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു റൂം നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. നമ്മളിവിടെ വന്നിട്ടുള്ളത് ലാലീസ് എന്ന് പറയുന്ന റെസിഡൻസിയിലേക്ക് കേട്ടോ. ഫാമിലി റെസ്റ്റോറൻറ്റ് ഒന്ന് പോയി നോക്കാം റൂം കിട്ടുമില്ലെന്ന്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ മുഖേന നോക്കിയതാണ്. എന്നാലും ഒന്ന് പോയി നോക്കാം. അതുണ്ട് കയറി അങ്ങനെ സെക്കൻഡ് ഫ്ലോർ. തുറക്കൂ ലൈറ്റ് ഇടൂ. സെറ്റ് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളിയായിട്ടാ. കുറച്ച് റിലാക്സ് ചെയ്തിരുന്നു. ടോയ്ലറ്റും അത്യാവശ്യം നല്ല അടിപൊളി സെറ്റ്. എങ്ങനെയുണ്ട് മൊത്തം? അപ്പോൾ അടിപൊളി റൂമാട്ടോ. ഏകദേശം ഒരു ദിവസത്തെ 1575 രൂപയാണ് വരുന്നത്. സ്റ്റാൻഡേർഡാണ്, പക്ഷെ നല്ല എന്താ പറയുക അടിപൊളി സെറ്റ്.